മാർക്കോ എന്ന ചിത്രം ഡിസംബർ 20 റിലീസിനെത്തി. ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2024 എന്ന വർഷം അവസാനിക്കുമ്പോൾ മലയാള സിനിമയായ മാർക്കോയുടെ പേരിലായി ഇന്ത്യൻ സിനിമ ഒട്ടാകെ സംസാരിക്കപ്പെടുന്നത്. അതിന്റെ അലയൊലികൾ അവസാനിക്കുന്നില്ല. 2025 തുടങ്ങുമ്പോഴും മറ്റൊരു മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒട്ടാകെ ചർച്ചയാകുന്നത്. പ്രധാനപ്പെട്ട മൂവി വെബ്സൈറ്റായ IMDb പറ്റി അറിയാത്ത ആരുമില്ല. IMDbയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റിസിപ്പേറ്റഡ് മൂവീസ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടൊവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റി എന്ന ചിത്രമാണ്. അത്രയധികം ആളുകൾ കാത്തിരിക്കുന്ന ചിത്രമായി ഒരു മലയാള സിനിമ മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്നുള്ളത്. ഞാൻ അതുകൊണ്ടാണ് മാർക്കോ എന്ന ചിത്രത്തെ പറ്റി ആദ്യം ഒന്ന് പരാമർശിച്ചത്. കാരണം 2024 അവസാനിക്കുമ്പോൾ പോലും നമുക്ക് 2024 തുടക്കം അറിയാം. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, അങ്ങനെ ഓസ്ലറിൽ നിന്ന് തുടങ്ങിയതാണ്. ജനുവരി 11 ഓസ്ലർ റിലീസ്. അങ്ങനെ 2024 തുടക്കം തന്നെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമ അവസാനിച്ചത് മാർക്കോയുടെ പേരിലാണ്. മാർക്കോ ഇപ്പോഴും തമിഴിൽ ഇന്ന് റിലീസാകുന്നു. ഇനി അങ്ങോട്ട് GCCയിൽ ഹിന്ദിയിൽ 3-ാം തീയതി GCCയിൽ ഹിന്ദി റിലീസിനെത്തുന്നു. അങ്ങനെ മാർക്കോയുടെ തുടർക്കഥ സംഭവിക്കുമ്പോഴാണ് മറ്റൊരു മലയാള ചിത്രം IMDbയുടെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി മാറുന്ന ഒന്നാം സ്ഥാനത്താണ് ഐഡന്റിറ്റി എന്ന ചിത്രം നാളെ റിലീസിനെത്തുകയാണ്. അപ്പോൾ അത്രയധികം ആളുകളും ഐഡന്റിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഐഡന്റിറ്റിക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിച്ചാലോ. പ്രധാനമായും അഖിൽ പോൾ അനസ്കൻ ഈ രണ്ടുപേരും സംവിധാനം ചെയ്ത ചിത്രമായ ഫോറൻസിക്കിൽ അതിൽ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തത് ടൊവിനോ ആണ്. ഫോറൻസിക് ഒരു ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, സസ്പെൻസ് മോഡിലുള്ള സിനിമയായിരുന്നു. ആ സിനിമ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടു, ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയമാവുകയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ആ സംവിധായകനും ടൊവിനോയും കൂടി വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം ഐഡന്റിറ്റി എന്ന ചിത്രം. അപ്പോൾ തൃഷ കൃഷ്ണയാണ് പ്രധാനപ്പെട്ട ഫീമെയിൽ ലീഡ് ചെയ്യുന്നത്. വിനയ് റായ് എത്തുന്നുണ്ട് ചിത്രത്തിൽ. അങ്ങനെ ഒരു വലിയ താരനിര. അതോടൊപ്പം തന്നെ ടൊവിനോയും ഈ സംവിധായകനും ഫോറൻസിക്കിന് ശേഷം ഒന്നിക്കുന്നു. അങ്ങനെ ഒരു വലിയ ആന്റിസിപ്പേഷൻ ഈ ചിത്രത്തിനുണ്ട്. അതോടൊപ്പം ടൊവിനോയും മാത്രമായിട്ട് എടുത്ത് നോക്കിക്കേ. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം വരുന്നു. ഏകദേശം 118 ദിവസത്തെ ഷൂട്ട്. അത് 3Dയിൽ റിലീസ് ചെയ്യുന്നു. 3Dയിൽ റിലീസായ ഓണത്തിന് തന്നെ ആ ചിത്രം റിലീസിനെത്തു. ഓണത്തിന് എത്തി കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും എല്ലാവരെയും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ആ ചിത്രം മാറുന്നു. ആ ചിത്രം തന്നെ ഒരു വലിയ ടോക്കായി മാറുകയാണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ ഒരു സംസാര വിഷയമായി ആ ടൊവിനോ ചിത്രമായ ARM മാറുന്നു. പിന്നീട് അതിൻ്റെ വ്യാജ പതിപ്പൊക്കെ റിലീസായി. അതിന് അങ്ങനത്തെ ചില പ്രവണതകളൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ചിത്രത്തിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ആ പ്രവണതകളൊക്കെ സംഭവിച്ചത്. എന്നാൽ പോലും ചിത്രത്തിനെ സ്വീകരിക്കാൻ ആളുകൾ തിയേറ്ററിലേക്ക് തന്നെ എത്തി എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകവും കൂടിയാണ്. പക്ഷേ ആ ചിത്രത്തിന് ശേഷം ടൊവിനോയുടെ ഒരു ചിത്രം എത്തുന്നു. മാത്രമല്ല 2025 റിലീസാകുന്ന ആദ്യ മലയാള ചിത്രം. അങ്ങനെ ഒരുപാട് ടൈറ്റിലുകളോടുകൂടിയാണ് ഐഡന്റിറ്റി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതെല്ലാം തന്നെ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊക്കെ ചിത്രത്തെ പിന്തള്ളിയാണ് ഐഡന്റിറ്റി ആദ്യത്തെ പൊസിഷനിൽ എത്തിയതെന്നും കൂടി അറിയണ്ടേ? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം രാം ചരൺ ശങ്കർ കൂട്ടുകെട്ടിൽ റിലീസാവുന്ന ഗെയിം ചേഞ്ചർ എന്ന ചിത്രം അത്രയധികം ഈ റിലീസിന് മുൻപ് തന്നെ എല്ലാ പാട്ടുകളുടെ മാത്രം ചിത്രീകരണത്തിനായി 75 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് അത്രയധികം ആൻറ്റിസിപ്പേറ്റഡ് ആയി മാറുന്ന ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തെ പോലും പിന്തള്ളിക്കൊണ്ടാണ് ഐഡന്റിറ്റി വരുന്നത് ഒന്നാം സ്ഥാനത്തേക്ക്. അത്രയധികം ആളുകൾ ഐഡന്റിറ്റിയുടെ ട്രെയിലർ കണ്ടതിന് ശേഷവും ഒരു വലിയ പ്രതീക്ഷ ഈ ചിത്രത്തിന് മേൽ പുലർത്തിയിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് IMDbയുടെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഐഡന്റിറ്റി മാറുന്നത് എന്നുള്ളതും കൂടി പറയേണ്ടതുണ്ട്. ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത്, 6ാം സ്ഥാനത്തിൻ്റെ കാര്യം ഇപ്പോഴേ പറയാൻ കാരണം ആസിഫ് അലി ചിത്രമായ രേഖാ ചിത്രമാണ് 6ാം സ്ഥാനത്തുള്ളത്. രേഖാചിത്രത്തിൻ്റെ റിലീസ് 9-ാം തീയതിയാണ്. അതും വളരെയധികം കാത്തിരിക്കുന്ന, മലയാളി പ്രേക്ഷകർ ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ്. അതിൻ്റെ ട്രെയിലറും വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു ട്രെയിലറാണ്. അപ്പോൾ ആ ചിത്രമാണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വിടാമുയർച്ചി പൊങ്കലിന് റിലീസിനെത്തുമാണ് എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ലൈക്ക പ്രൊഡക്ഷൻസ് വിട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കുറിപ്പിൽ അവർ പറയുന്നത് പൊങ്കലിന് വിടാമുയർച്ചി എത്തില്ല എന്നുള്ളതാണ്. വിടാമുയർച്ചിയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. റിലീസ് ഡേറ്റ് എന്താണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്നാണ് വിടാമുയർച്ചിയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നന്ദമുരി ബാലകൃഷ്ണയുടെ ചിത്രമായ ഡാക്കു മഹാരാജ, ഈ ചിത്രങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഐഡന്റിറ്റി ഒന്നാം സ്ഥാനത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തെലുങ്കിൽ നിന്നൊരു സിനിമ, 2 സിനിമകൾ പിന്തള്ളുന്നു. തമിഴിൽ നിന്ന് പ്രധാനപ്പെട്ട അജിത്തിൻ്റെ ഒരു സിനിമ പിന്തള്ളുന്നു. ഇതെല്ലാം പിന്തള്ളിക്കൊണ്ട് ഐഡന്റിറ്റി ഒന്നാം സ്ഥാനത്ത് എത്തിക്കുമ്പോൾ മലയാള സിനിമയുടെ അതിർവരമ്പുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സന്തോഷകരമായ വാർത്തകൾ 2024 തുടക്കം മുതൽ ഇപ്പോഴും 2025 തുടങ്ങുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി നമ്മൾ ഉറ്റുനോക്കേണ്ടത്. IMDbയിൽ ഇതുപോലെയുള്ള ലിസ്റ്റിൽ നേരത്തെയും പലപ്പോഴും മലയാള സിനിമകൾ ആദ്യ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും 2025 ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം ഒരു മലയാള സിനിമ കൊണ്ടുപോവുക എന്നുള്ളത് പുതിയൊരു കാര്യമാണ്. അതുകൂടി ഐഡന്റിറ്റി ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്.